സുഹൃത്തുക്കളെ, ഇതാണ് പാലക്കാട് കോഴിക്കോട് നാഷണൽ ഹൈവേ ആണിത്. നാഷണലല്ല, സ്റ്റേറ്റ് ഹൈവേ. ഇവിടുന്ന് ഇത് ആനമങ്ങാട് പറഞ്ഞ പ്രദേശമാണ്. ഇവിടുന്ന് വടക്ക് സിറ്റി പറഞ്ഞ റോഡിൻ്റെ തുടക്കമാണിത്. സുഹൃത്തുക്കളെ, വള്ളുവനാടനാണ് പ്രമോദ് പെരുന്നവണ്ണ. ഇപ്പോൾ ഈ പാലക്കാട് കോഴിക്കോട് ഹൈവേന്ന് കയറിയിട്ട് ആദ്യം 5 മീറ്ററൊക്കെ ഉണ്ടായിരുന്ന റോഡാണ്. അതിപ്പോൾ 8 മീറ്റർ ആക്കിയിട്ട് ജനങ്ങൾ സ്ഥലം വിട്ടുകൊടുത്ത് 8 മീറ്റർ ആക്കി. അതിലിപ്പോൾ ഈ ഭാഗത്ത് ഒരു 3 മീറ്റർ റോഡ് പൊളിച്ചിട്ടുണ്ട്. ആ 3 മീറ്ററിൽ പൊളിക്കാത്ത ഒറ്റ മതിലാണിത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇതപ്പോൾ ഈ റോഡ് കാണേൻ്റെ അവിടുന്ന്, ഈ റോഡ് കഴിഞ്ഞിട്ട് ആ കാണേൻ്റെ അവിടെ നിന്നുള്ളതൊക്കെ അയാൾ ആദ്യം മുതലേ വിട്ട സ്ഥലം. അതെന്താ വെച്ചാൽ, ഇവിടെ ഒരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ടായിരുന്നു, ശിവരാം മാഷ് പറഞ്ഞിട്ട്. അപ്പോൾ ഈ വീടിൻ്റെ സ്ഥലവും ഈ ഇവിടെ തൊട്ടടുത്തൊരു അംഗനവാടി ഉണ്ട്, ആ അംഗനവാടിയുടെ സ്ഥലവും ഒരുമിച്ചിട്ടാണ് വാങ്ങിയത്. അപ്പോൾ അത് വാങ്ങിയപ്പോൾ ഒരാടെ ഈ സ്ഥലം ഇവിടെ റോഡിൻ്റെ സ്ഥലമാണ് വിട്ടുകൊടുത്തിട്ട് മതിലുള്ളിൽ കെട്ടിയത്. അതുകൊണ്ട് തന്നെ ഇവിടെ മാത്രമാണ് വീതി, ഈ വടക്കൻ സിറ്റി റോഡിൽ വീതിയുള്ള ഒരു സ്ഥലം ഇവിടെ മാത്രമായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ റോഡ് പണി എടുത്തപ്പോൾ ആർക്കും ഇവിടെ പൊളിക്കേണ്ടി വന്നില്ല. കാരണം ഇവിടെ ആൾറെഡി വീതി കൂട്ടി. അതാണ് ഒരു നാടിന് വേണ്ടി ചെയ്യേണ്ട കാര്യം. ഇതൊന്നും ആരും മണ്ണിൻ്റെ അടിയിൽ പോകുമ്പോൾ കൊണ്ടുപോകുന്നില്ല. വള്ളുവനാടനാണ് പ്രമോദ് പെരുന്നവണ്ണ. ഇത് എൻ്റെ വീടാട്ടോ. ഞങ്ങൾ ആദ്യം തന്നെ, കാരണം നമ്മളൊക്കെ ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആളുകളാണ്. ഇപ്പോൾ ആകെ ഈ വീടും സ്ഥലവും മാത്രമേ ഉള്ളൂ. അപ്പോൾ അക്കാലത്ത് തന്നെ കുറേ സ്ഥലങ്ങൾ ഇവിടുന്ന് കുറച്ചാണ് പോയി ഒരു അത്തിക്കോട് അമ്പലമുണ്ട്, അവിടെ അല്ലേ ആ റോഡും അവിടേക്കുള്ള കറണ്ടൊക്കെ എൻ്റെ അമ്മ വിട്ടുകൊടുത്തിട്ടുണ്ടായതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇതൊന്നും ഒരു പുത്തിരിയല്ല. ഇപ്പം ചിലർ ഈ സ്ഥലം ഒരു 1/2 സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ, സ്ഥലം ഏക്കർ കണക്കിന് സ്ഥലം എല്ലാ ആളുകൾ, അല്ലാതെ പാവപ്പെട്ടവരല്ല, അവരിതിങ്ങോട്ട് പിടിച്ചടക്കി വെക്കണണ്ടാൽ ഇത് മണ്ണിൻ്റെ അടി പോകുമ്പോൾ കൊണ്ടുപോകുന്നില്ല ധാരണയാണ്. ഇത് ഈ മതിൽ ഇതുവരെ പൊളിക്കാതെ കിടക്കായിരുന്നു. ഇവിടെ ബാക്കിയുള്ള 99% ആളുകളും സ്വന്തം മതിൽ പൊളിച്ച് ഉള്ളിലേക്ക് കെട്ടിയതാണ്. അപ്പോൾ 13 കൊല്ലം മുമ്പാണ് ഈ റോഡ് വികസനമായിട്ട് ബന്ധപ്പെട്ട് ഞാനും കുറച്ച് ആളുകളൊക്കെ മുന്നിലേക്ക് ഇറങ്ങിയിട്ട് റോഡ് വീതി കൂട്ടാൻ വേണ്ടിയിട്ട് എല്ലാ വീട്ടിലും അളന്ന് കുറ്റിയൊക്കെ അടിച്ചതാണ്. അന്നും മൂപ്പര് ഇവിടെ പഞ്ചായത്തിൻ്റെ സ്ട്രീറ്റ് ലൈറ്റ് ഇട്ടില്ല പറഞ്ഞിട്ട്. പക്ഷേ പഞ്ചായത്ത് ഭരിക്കണത് UDF ആണ്. മൂപ്പര് കോൺഗ്രസിൻ്റെ നേതാവാണ്. കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ്, മത്സരിച്ച് തോറ്റ ആളാണ്. അപ്പോൾ അവിടെ ലൈറ്റ് ഇടിക്കൽ റോഡ് പണിക്കാരെ പണിയൊന്നുമല്ല. എന്നാലും എന്നിട്ട് അതിൻ്റെ മുകളിലാണ് വിഷയം ഉണ്ടാക്കി തെറി പറഞ്ഞ് അന്ന് ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. എന്നിട്ട് ഈ മതിൽ ഇപ്പോൾ മൂപ്പര് മാത്രം പൊളിച്ചില്ല, പിന്നെ ഒന്ന് എൻ്റെ മതിലാണ്. എൻ്റെ മതിലിൻ്റെ അവിടെ സ്ഥലം വിട്ടുകൊടുത്തിട്ടുണ്ട്. ഇനിയും ആളുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനിയും പൊളിച്ച് മതിൽ വേണച്ചാൽ എൻ്റെ മതിൽ പൊളിച്ചിടാം. എത്ര മീറ്റർ വേണച്ചാലും ഉള്ളിലേക്ക് ഞാൻ കെട്ടാൻ തയ്യാറാണ്. പൊളിച്ചിട്ടാൽ മതി. ബാക്കി പൈസയും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്ത് മതിലുള്ളിൽ കെട്ടാൻ തയ്യാറാണ്. എൻ്റെ മതിൽ മാത്രമേ ഇപ്പോൾ പൊളിക്കാത്തതിനോ പൊളിക്കാതിരിക്കാത്തതിനോ എനിക്ക് സന്തോഷമില്ല, സങ്കടമില്ല. പൊളിച്ചാലും സങ്കടമില്ല. കാരണം എൻ്റെ അമ്മല്ല കാലം മുതൽ പിന്നെ വടക്കൻ സിറ്റി റോട്ടിൽ അത്തിക്കോട് അമ്പലമുണ്ട്. അവിടുന്ന്
ഇല്ല റോഡുകൾ വെട്ടിയതും അവിടെ ഇല്ല പിന്നെ ഇലക്ട്രിക് പോസ്റ്റുകൾ കൊണ്ടുവന്നിട്ട് അന്നത്തെ കാലത്ത് 85-ൽ അവിടേക്ക് ഒരു വൈദ്യുതി വിപ്ലവം തന്നെ ഉണ്ടാക്കിയത് എൻ്റെ അമ്മയാണ്. അപ്പോൾ അതിലൊന്നും നമുക്ക് യാതൊരു പ്രയാസങ്ങളുമില്ല. കാരണം സ്ഥലമില്ലോനെ അത് വിട്ടുകൊടുക്കണതിന് വിഷയമല്ല. ഇത് 4 സെൻറ്റും 5 സെൻറ്റും സ്ഥലമുള്ള ആളുകളാണ് ഈ റോഡിന് വേണ്ടിയിട്ട് മതിൽ പൊളിച്ചിട്ട് ഉള്ളിൽ കെട്ടിയത്. അപ്പോഴും ഇയാൾ വാശിക്ക് മതിൽ പൊളിക്കാതെ അങ്ങനെ നിന്നു. ഇപ്പം ജനങ്ങളിത് പൊളിച്ചിട്ട് നോക്കുമ്പോൾ അയാളെ സ്ഥലത്ത് 2 സെൻറ്റ് സ്ഥലം കൂടുതലാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ റോഡ് വളച്ച് കെട്ടി എന്നുള്ളത് ഷുവറാണ്. അതിപ്പോൾ ഞങ്ങൾ പഞ്ചായത്തിലും വില്ലേജിലും വകുപ്പ് മന്ത്രിക്കൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ അയാളെ കുട്ടികളെ ഇത് പൊളിക്കണ സമയത്ത് JCBയുടെ മുന്നിലേക്ക് ഇട്ടിട്ട് അങ്ങനെ ഒരു സീനുണ്ട്. അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും ബാലാവകാശ കമ്മീഷനും ശിശുക്ഷേമ സമിതിക്കും പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു നിജസ്ഥിതി ഉള്ളത്. അല്ലാതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ജനങ്ങളെ ആക്രമിച്ചു എന്നൊന്നും പറയണതിൽ യാതൊരു അർത്ഥമില്ല. ഈ മതിൽ പറഞ്ഞാൽ ഇത് കൂട്ടുസ്വത്താണ്, അയാളെ മാത്രം സ്വത്തല്ല. പിന്നെ ഞാനായിട്ടൊക്കെ നല്ല കമ്പനിയാണ്. പക്ഷേ ഞാനൊക്കെ എതിര് നിൽക്കാൻ കാരണം സ്വന്തം മൂത്താപ്പ 10-75 വയസ്സായി ആരോഗ്യസ്ഥിതി വളരെ മോശമായ ഒരാളെ കുറിച്ചിട്ട്, സ്വന്തം മൂത്താപ്പേനെ കുറിച്ചിട്ട് സ്വന്തം മകളെ മുൻനിർത്തിയിട്ടാണ് അയാൾ കളിച്ചത്. അതൊന്നും ശരിയായൊരു രീതിയല്ല. ആണുങ്ങൾ തമ്മിൽ മുട്ടണം. അവിടെയാണ് ചങ്കൂറ്റെന്ന് പറയുന്നത്, അവിടെയാണ് ഹീറോയിസം. അല്ലാതെ സ്വന്തം മകളെ കുട്ടികളെയും മുന്നിൽ നിർത്തിയിട്ട് ഒരു ജനങ്ങളെ മൊത്തം പിന്നെ കേസിൽ പ്രതിയാക്കെല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു കാര്യത്തിൽ ജനങ്ങൾ ഒറ്റക്കെട്ടാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് തന്നെ അതുകൊണ്ടാണ്. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് സ്ഥലം, ഇവിടെ അങ്ങനെ കുറേ ആളുകൾക്ക് സ്ഥലം പോയിട്ടുണ്ട്. തൊട്ടടുത്തുള്ള മാഷൊക്കെ ഒരുപാട് സ്ഥലം പോയിക്കൊണ്ടു. അതിൻ്റെ അപ്പുറത്ത് വേറെ ആൾക്ക് അതിൽ കൂടുതൽ സ്ഥലം പോയിട്ടുണ്ട്. അവരൊക്കെ മതിലുള്ളിലേക്ക് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇയാൾക്ക് എന്താ വെച്ചാൽ ഭൂസ്വത്തും സാധനങ്ങളും സ്വത്തും മുതലും വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അന്ന് മതിൽ പൊളിച്ച് കെട്ടുമ്പോൾ 2 അടി വിട്ടിട്ട് വേണം പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം കെട്ടാൻ. അത് ഇയാൾ വിട്ടുകൊടുത്തിട്ടില്ല. അത് വിട്ടുകൊടുക്കട്ടെ. പിന്നെ അയാളെ സ്ഥലത്ത് ഇപ്പോൾ വീട് നിൽക്കുന്ന സ്ഥലത്ത് 2 സെൻറ്റ് സ്ഥലം അധികമുണ്ട്. അത് പിന്നെ വില്ലേജും പഞ്ചായത്തും തീരുമാനം ഉണ്ടാക്കട്ടെ. ജനങ്ങളും അതിൻ്റെ ഒപ്പം തന്നെയല്ലേ നിൽക്കണത്. ഈ റോഡിൻ്റെ സ്ഥലങ്ങളൊക്കെ എവിടെ പോയി എന്നുള്ളത് രേഖ ഉണ്ടല്ലോ പഴയത്, അത് വെച്ച് പരിശോധിക്കട്ടെ. ഞങ്ങൾക്കും അതാ പറയാല്ലേ. അല്ലാതെ ഓലപ്പാമ്പ് കാട്ടിയിട്ട് ജനങ്ങളെ പേടിപ്പിക്കാൻ നോക്കരുത്. ആ ജനങ്ങൾ അതിൻ്റെ ഒപ്പം നിൽക്കും. ഞാനൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കണത്. അല്ലാതെ ഇപ്പോൾ അയാളോട് വിരോധമോ അയാളെ മക്കളോട് വിരോധം ഉണ്ടായിട്ടല്ല. ഇവിടെയൊക്കെ ഇതാ മതിലുള്ളിൽ കെട്ടിയതാ, എല്ലാവർക്കും കാണാം. അയാളെ നേരെ മുന്നിലുള്ള ഒരാളാണ്. അയാൾക്ക് സ്ഥലം എന്ന് പറഞ്ഞതില്ല. എന്നിട്ടും അയാൾ സ്വന്തം മതിലെടുത്തിട്ട് ഉള്ളിൽ കെട്ടി. അയാൾക്ക് ഏക്കറ കണക്കിന് സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൻ്റെ ഗേറ്റാണ് നിൽക്കുന്നത്. വേണ്ട, ഞാൻ അയാളെ മുന്നിൽ പോയിട്ടൊരു വീഡിയോ എടുത്തിട്ട് അതിനൊരു വിഷയം ഉണ്ടാക്കണ്ടായിട്ട്. ഇതിപ്പോൾ അയാളെ ക്വാർട്ടേഴ്സാണ്. ആ ക്വാർട്ടേഴ്സിൽ നിന്ന് അതിൻ്റെ ബാക്കിലത്തെ മതിൽ കാണുന്നില്ലേ, ആ നീല കളറില്ലേ, അതാണ് അയാളെ മതിൽ. അപ്പോൾ അവിടെ അയാൾക്ക് വേസ്റ്റ് ഇടാനുള്ള സ്ഥലമല്ല. എന്നിട്ട് ആ വേസ്റ്റ് മുഴുവനെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഈ ചാൽക്കട, ഈ ചാലത്തെ ഇയാളെ വേസ്റ്റ് ഒഴിവാക്കലാണ്. മഴക്കാലമായാൽ ഇവിടെ ഒരു ഗോപാലേട്ടനും എനിക്കുമില്ല പണി, ഇയാളെ വേസ്റ്റ് വീർക്കലാണ്. എന്നിട്ട് ആ വേസ്റ്റ് കൊണ്ടുപോയിട്ട് മഴക്കാലമായാൽ ഞങ്ങൾക്കത് കോരി ഒഴിവാക്കലാണ് ഈ പണി. ഇവിടെ 4 വീടുണ്ട്. ഇനിയിപ്പോൾ ഈ 4 വീട് കെട്ടുമ്പോഴൊക്കെ ജനങ്ങളൊന്നും അറിയണം. കാരണം 2 അടി മതിൽ ഉള്ളിൽ കെട്ടണം, ഇയാൾക്ക് മാലിന്യക്കുഴി വേണം, ഒക്കെ ഒന്ന് പഠിക്കട്ടെ. പഠിക്കണത് നല്ലതാണ്. ജനങ്ങളുമായിട്ട് എതിര് നിന്നാൽ എന്താ സ്ഥിതി എന്ന്. ഇത് മാത്രം ഇവിടെയാണ് ഏകദേശം ഒരു 6-7 മീറ്റർ അയാൾക്ക് മതിലുണ്ട്. ബാക്കിയൊക്കെ കൂട്ടുസ്വത്താണ്. അപ്പോൾ ജനങ്ങൾക്ക് ഇതിൽ എതിർപ്പുണ്ട്. പിന്നെ ഈ റോഡിൽ കല്ലിടുന്നതൊക്കെ പഞ്ചായത്ത് അധികാരികൾ ശ്രദ്ധിക്കണം. ആ കല്ലെടുത്ത് മാറ്റി തരാനുള്ള ശ്രമം പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് നടപടികളും വേണം.
ഇത് ഇയാളുടെ പീടിക റൂമാണ്. അതിൻ്റെ തൊട്ട് 2 വീട്ടുകാർ, അതിലൊരാൾ ഇപ്പോൾ രോഗബാധിതനായിട്ട് കിടക്കുക. അയാളുടെ സ്ഥലമാണ് ഇപ്പോൾ വിട്ടുകൊടുത്തിട്ടുണ്ട്. ആകെ കുറച്ച് സ്ഥലമേ ഉള്ളൂ, അത് വിട്ടുകൊടുത്തിട്ടാണ് ആൾ മതിൽ പൊളിച്ചുള്ളിൽ കെട്ടിയത്. അത് ഇവിടെ കാണുന്നുണ്ടാവും എൻ്റെ തൊട്ടടുത്തില്ലേ, അവിടെ ആകെ അയാൾക്ക് 4 സെൻറ്റ് സ്ഥലമാണ്. അയാളടക്കം മതിലെടുത്തിട്ട് ഉള്ളിൽ കെട്ടി. അപ്പോഴാണ് ഈ ഏക്കറ കണക്കിന് സ്ഥലമുള്ള ആളുകൾ മതിൽ കെട്ടാത്തത്. ഇതൊക്കെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഇത് ആളുകളെ സ്ഥലം വിട്ട് മതിലൊക്കെ ഉള്ളിൽ കെട്ടിയപ്പോൾ പഞ്ചായത്ത് റോഡ് നേരെയാക്കിയതാണ്. ഇപ്പോൾ എത്ര സുഖസുന്ദരമായിട്ട് പോവാം. എന്താ ഇവിടുത്തെയൊക്കെ വീതി. 2 ബസ്സുകൾ ഒരുമിച്ച് പോകാൻ പറ്റിയ സ്ഥലമായി മാറി. അങ്ങനെ തന്നെയാണ് ഒരു നാട്ടിൽ വികസനം വരിക. അല്ലാതെ ഇത്തരം ആളുകൾ പോലെയുള്ള ആളുകൾ മറ്റേ എന്താ പറയണേ, ഈ വികസന വിരോധികളായ ആളുകൾ നാട്ടിലുണ്ടായാൽ ഒന്നും നടക്കില്ല. 8 മീറ്റർ വീതിയായി ഇവിടെ. അത് ഏകദേശം ഒരു 3 കിലോമീറ്ററോളമാണ് ഇപ്പോൾ ഈ 8 മീറ്റർ വീതിയിൽ ജനങ്ങൾ സ്വന്തം മതിൽ പൊളിച്ച് ഉള്ളിലേക്ക് കിട്ടിയത്. പണ്ട് ഇവിടുന്ന് മാടമ്പറ കുന്നിൽ ഒരു കപ്പ കമ്പനി ഉണ്ടായിരുന്നു. കപ്പ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ നാട്ടുകാർക്ക് ദഹിക്കില്ല, പൂള കമ്പനി. അപ്പോൾ ആ പൂള കമ്പനിയിലേക്ക് പോണ പഴയ ഫർഗോ ലൈലൻഡ് വണ്ടികൾ പോയിരുന്ന റോഡാണിത്. അതൊക്കെ അന്നത്തെ കാലത്ത് ജനങ്ങൾ സ്ഥലം വിട്ടിട്ടാണ് ഈ വണ്ടികൾ പോയത്. ആ വണ്ടി പോയ കൂടെയാണ് ഈ വികസന വിരോധി നടന്നിരുന്നത്. അയാളിപ്പോൾ കാറിലൊക്കെ ഞെളിഞ്ഞ് കിടക്കുന്നുണ്ട്. ആ ഞെളിഞ്ഞ് കിടക്കാൻ കാരണം ഓരോ ജനങ്ങൾ സ്ഥലം വിട്ടിട്ടാണ് എന്നുള്ളത് അയാൾ മനസ്സിലാക്കണം. പിന്നെ അയാൾ ആൺകുട്ടിയാണെന്ന് വെച്ചാൽ അയാൾ മുന്നിൽ ഇരുന്നിട്ട് വേണം കേസ് കൊടുക്കാൻ. ആളെ മകള് പെൺകുട്ടീനെ വെച്ചിട്ടും ആ കുട്ടികളെ വെച്ചിട്ടും എല്ലാ കേസ് കളിക്കേണ്ടത്. അതും സ്വന്തം മൂത്താപ്പയ്ക്കെതിരെ. ഒന്നുമില്ലെങ്കിൽ ആളെ പ്രായയിലും മാനിക്കണ്ടേ. 10-75 വയസ്സായ ഒരാൾ, പിന്നെ നടക്കാനും ഇതിനൊക്കെ പ്രയാസമില്ല ഒരാളെ, അതും പള്ളിക്കലേക്ക് പോകുമ്പോൾ അവിടെ നോക്കി നിന്നില്ല പേരിലാണ് അയാളെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അയാൾ തന്നെ സ്വന്തം കോൺഗ്രസിൻ്റെ നേതാവാണ് ഈ പഴയ റേഷൻ വ്യാപാരി. ആ റേഷൻ വ്യാപാരി ചെയ്തതെന്താ, സ്വന്തം കോൺഗ്രസിൻ്റെ കമ്മിറ്റിയിൽ പഴയ പഞ്ചായത്ത് മെമ്പറിൻ്റെ പേരിലാണ് ഒരു കേസ്. ബാക്കിയുള്ളതൊക്കെ ചെറുപ്പക്കാരാണ്, അതിൽ വിഷയമല്ല. അപ്പോൾ ഇതൊക്കെ ചെയ്യണത് ശരിയാണോ എന്ന് സ്വയം ഇയാളൊന്ന് വിലയിരുത്തുന്നത് നല്ലതാണ്. ഒന്നുമില്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളെയൊക്കെ നോക്കുകുത്തിയാക്കളും അവരെ മുഖത്ത് നോക്കിയിട്ട് ഏകദേശം ഒരു 10-13 വട്ടം ഇവിടുത്തെ ജനങ്ങൾ, പഞ്ചായത്ത് പ്രസിഡന്റ്, കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, പഞ്ചായത്ത് മെമ്പർമാർ, ഇവിടുത്തെ പൗരപ്രമുഖന്മാർ, രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും ഇയാളെ വീട്ടിൽ പോയിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഒരു ടീം എന്നാൽ പറയും ഞാൻ മറ്റവരോട് പറഞ്ഞിട്ടുണ്ട്, മറ്റവർ എന്നാൽ പറയും മറ്റാളോട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇയാൾ വഴുക്കലിൽ വടിയുത്തിയിട്ട് ആണ് ഈ വിഷയം ഇത്രയും സീരിയസ് ആക്കി മാറ്റിയത്. പിന്നെ ഇത്രയും ജനങ്ങളെ പിന്നെ നോക്കുകുത്തിയോളാക്കിയാൽ ജനങ്ങൾ ഇടപെടും, ഇനി അയാൾക്ക് സ്വൈരവും സമാധാനം ഈ നാട്ടിലുണ്ടാവില്ല. അതിന് കാരണം എന്താ വെച്ചാൽ അയാൾ ചെയ്ത പഴയ പ്രവൃത്തികളൊക്കെ ഉണ്ട്. 2 സെൻറ്റ് ഭൂമി റോഡിൻ്റെ വളച്ചെട്ടിയതുണ്ട്, അത് റോട്ടിലേക്ക് വരട്ടെ. പിന്നെ ഒരു വീട് കെട്ടുമ്പോൾ മതിൽ 2 അടി ഉള്ളിൽ കെട്ടണം. ആ 2 അടി ഉള്ളിൽ കെട്ടിയിട്ട് പിന്നെ വീട് പണി എടുക്കുമ്പോൾ 2 മീറ്റർ ഉള്ളിൽ കെട്ടണം. അപ്പോൾ അയാൾ സൺഷെയ്ഡ് അടക്കം റോട്ടിലാണ്, അത് പൊളിക്കേണ്ടി വരും. അയാളെ ക്വാർട്ടേഴ്സ് റോട്ടിലാണ്, അതിൻ്റെ വേസ്റ്റ് മുഴുവൻ ഇടുന്നത് റോട്ടിലേക്കാണ്. ഇത് കോരലായിരുന്നു ഒരു കാലത്ത് ഞങ്ങളെ സ്ഥിരം, മഴക്കാലത്ത് ഞങ്ങളെ പരിപാടി സ്ഥിരം അതായിരുന്നു. ഞങ്ങൾ പൈസയ്ക്ക് കൂലിക്ക് ആളെ വെച്ചിട്ട് ഇയാളെ വേസ്റ്റ് കോരലാന്ന് പണി. കാരണം ആ അരിച്ചാൽ മുഴുവനെ തൂർക്കൽ ഇയാളെ ക്വാർട്ടേഴ്സിലെ വേസ്റ്റ് കൊണ്ടുവന്നിട്ട് കിട്ടുക. അപ്പോൾ ഞങ്ങളത് മഴക്കാലത്ത് എടുക്കലാന്ന് ഓർത്തില്ല. അന്നൊക്കെ ഞങ്ങളൊക്കെ അയാളുമായിട്ടും മര്യാദയായതുകൊണ്ട് ഞങ്ങൾ ഒന്നിനും പോയിട്ടില്ല. പക്ഷേ ഇനി അതല്ല സ്ഥിതി. അയാളെ ക്വാർട്ടേഴ്സിൽ നിന്ന് ഒരു മണിക്കല്ല് പുറത്തേക്ക് ഇടില്ല, ഒരു തർക്കമില്ല. പിന്നെ അയാളെ മാത്രമല്ല, അയാളെ പെങ്ങന്മാരെയും അനിയന്മാരെയൊക്കെ ഓരിയുണ്ട്. അതൊക്കെ ഇതിന് ഒരു വിഷയമായിട്ട് മാറും.
അവരുടെ കൂടിയും പ്രശ്നത്തിലാണ് ഈ മകളെ കൊണ്ട് കേസ് കൊടുപ്പിച്ചത്. അത് ഇവിടെ നിരപരാധികളായ 7ഓളം ആളുകളെ പേരിലും പിന്നെ 50ഓളം ആളുകളുടെ പേരിൽ വേറെ കേസ് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 57 ആൾക്കാരുടെ പേരിലാണ് കേസ്. അപ്പം ജനങ്ങൾ എല്ലാവരും ഇയാൾക്ക് എതിരാവും എന്ന് ഉറപ്പല്ലേ, ഒരു തർക്കമില്ലാത്ത കാര്യം. എനിക്കെന്താ വെച്ചാൽ ഇതിലൊന്നും ഈ ചെറുപ്പക്കാരുടെ പേരിൽ അയാൾ കേസ് കൊടുത്തതിന് പ്രശ്നമല്ല. പിന്നെ ആണുങ്ങളെ മുഖത്ത് നോക്കിയിട്ട് കേസ് കൊടുക്കുന്നതിനും വിരോധമല്ല. പക്ഷേ ഈ സ്ത്രീകളെയൊക്കെ മുന്നിലേക്ക് നിർത്തിയിട്ട്, ഒന്നാമത് അയാളെ മകൾ ഇവിടെ ഇല്ല, ഇല്ലാത്ത മകളെ കുറച്ച് ദിവസം ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ച് ആ മകളുടെ പേരിൽ ആ കുട്ടികളെ JCBയുടെ മുന്നിലേക്ക് ഇട്ടത് ഒക്കെ വീഡിയോ ഉണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് അയാൾ കേസ് കൊടുത്തത്. അപ്പോൾ ജാമ്യമില്ലാത്ത കേസാണ്. ഈ 75 വയസ്സുകാരൻ്റെ പേരിലാണ് കേസ്. അതും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഇത്തരം ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ വള്ളുവനാടൻ ചാനലാണ് പ്രമോദ് പെരുന്നാമണ്ണ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത്തരം വിഷയങ്ങളുമായിട്ട് ഞാൻ ഇനിയും വരും. ഒരു തർക്കമല്ല, എവിടെയും വരും. ഓക്കെ.